Hi all, welcome back to Competitive Cracker. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മൊഡ്യൂൾ 2 വർക്കറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് എന്ത് സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് സെൽ എന്താണ്, അതുപോലെ അതിന്റെ ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരു സെൽ ആൻഡ് ബാറ്ററി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണം അല്ലെ. എന്താണ് ഇലക്ട്രോളിസിസ്, അതുപോലെ എന്താണ് ഇലക്ട്രോലൈറ്റ്, അവിടെ യൂസ് ചെയ്യുന്ന ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യണം. പിന്നെ എന്താ വരുന്നത്, നമ്മളുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, 2 ലോസ് ഉണ്ട് അല്ലെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. ആ ഒരു സെക്ഷൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ വരുന്നത് എന്താ, ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓരോ മെറ്റീരിയലിന്റെയും ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ഇയറിൽ അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സെൽസ് ആൻഡ് ബാറ്ററീസ് പഠിക്കുമ്പോൾ വെറുതെ ജസ്റ്റ് പ്രൈമറി സെൽ എന്താണ്, സെക്കൻഡറി സെൽ എന്താണ്, വെറ്റ് സെൽ എന്താണ്, ഡ്രൈ സെൽ എന്താണെന്ന് മാത്രം പഠിച്ചു പോയാൽ പോരാ. അതിലുള്ള കുറേ ബേസിക് ആയിട്ടുള്ള എന്താണ് ഇലക്ട്രോളിസിസ്, എന്താണ് ഇലക്ട്രോലൈറ്റ്, അങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിച്ച് പോകേണ്ടതാണ്. അപ്പോൾ സെൽ എന്ന് പറഞ്ഞാൽ എന്താ ആലോചിച്ച് നോക്കൂ. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സോഴ്സ് ഓഫ് EMF-നെയാണ് നമ്മൾ എന്ത് പറയാ, സെൽ എന്ന് പറയുന്നത്. അവിടെ എന്ത് എനർജീനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്, എന്ത് എനർജിയാണ് കൺവേർഷൻ, എന്താണ് അവിടെ നടക്കുന്നത്? അതായത് കെമിക്കൽ എനർജീനെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്, നമ്മളുടെ സെല്ലില് നടക്കുന്നത്. അറിയാലോ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, ബാറ്ററീസ്, സെൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സെല്ലിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കിയേ, സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് അല്ലെ. ഇറ്റ്സ് എ എന്താണ്, ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് കൺസിസ്റ്റിംഗ് ഓഫ്, അതിന് എന്തൊക്കെ ഉണ്ടാവും, 2 ഇലക്ട്രോഡ്സ് മെയ്ഡ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽ. അതായത് ആനോഡും കാഥോഡും രണ്ടും ഡിഫറെന്റ് അല്ലേ ഓരോ സെല്ലിലും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വോൾട്ടാലിക് സെൽ, പ്രൈമറി സെൽ എടുക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ആനോഡ് കാഥോഡ് ഒക്കെ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താ പറയുന്നത്, ഇറ്റ്സ് എ ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് കൺസിസ്റ്റിംഗ് ഓഫ് എന്തൊക്കെ ഉണ്ടാവും, 2 electrodes made of different materials and then electrolyte. അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്, ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവുന്നത്, 2 ഇലക്ട്രോഡ്സും ഉണ്ടാവും. അതായത് ആനോഡും കാഥോഡും ഉണ്ടാവും. അതിനെയാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിനകത്ത് എന്തൊക്കെ ആൾക്കാരാ ഉള്ളത്, അതൊരു ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് ആണ്. പിന്നെന്താ പറയേണ്ടത്, അതിനകത്ത് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ആ ഇലക്ട്രോഡ്സ് ഡിഫറെന്റ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൂടാതെ എന്തുണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് കൂടി ഉള്ളതാണ് എന്ത്, ഒരു സിമ്പിൾ സെൽ എന്ന് പറയുന്നത്. പിന്നെന്താ, ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് അല്ലെ, കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ആൻഡ് ദ ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസ് എന്ത് കിട്ടും, നമുക്ക് വോൾട്ടേജ് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ സെല്ലിനെ സിമ്പിൾ ആയിട്ട് എന്ത് പറയുന്നത്, ഇറ്റ്സ് എ സോഴ്സ് ഓഫ് EMF, അല്ലെങ്കിൽ എന്താ, സോഴ്സ് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ സെല്ലാണ്. ക്ലിയർ അല്ലേ? സെല്ലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഈ സെല്ലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതായത് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈ സെൽ, പിന്നെ വെറ്റ് സെൽ എന്ന് പറയും. ഡ്രൈ പേരിൽ തന്നെയുണ്ട് ഡ്രൈ സെൽ. എന്താണ് ഡ്രൈ സെൽ എന്ന് പറയുമ്പോൾ, നമ്മളുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിമോട്ട് വെച്ച് നമ്മൾ TV വർക്ക് ചെയ്യില്ലേ, റിമോട്ട് കൺട്രോളർ യൂസ് ചെയ്യാറില്ലേ. ആ റിമോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബാറ്ററി യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ഒരു സെൽ യൂസ് ചെയ്യാറുണ്ട്. ആ സെൽ എന്ത് ടൈപ്പ് ഓഫ് സെല്ലാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ വാച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന റിസ്റ്റ് വാച്ച്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ക്ലോക്ക്, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. ഏത് ടൈപ്പ് ഓഫ് സെല്ലാണ് അതൊക്കെ, ഇറ്റ്സ് എ പ്രൈമറി സെൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡ്രൈ സെൽ എന്ന് പറയാം. അപ്പൊ സെല്ലിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ സെൽ അല്ലെങ്കിൽ വെറ്റ് സെൽ, പിന്നെ വേറൊരു വേർഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ പ്രൈമറി സെല്ലും അതുപോലെ സെക്കൻഡറി സെല്ലും. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കി, എന്താണ് ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ സെൽ ഹാസ് എ പേസ്റ്റ് ഓർ ജെൽ ഓഫ് ഇമ്മൊബിലൈസ്ഡ് ഇലക്ട്രോലൈറ്റ് കുഡ് ബി യൂസ്ഡ് ഇൻ എനി പൊസിഷൻ. നമുക്ക് ഏത് പൊസിഷനിൽ വെച്ച് വേണമെങ്കിലും ഇയാളെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഡ്രൈ സെല്ലിന്റെ ഡയഗ്രാം നോക്കിയാൽ ഞാൻ എന്താ തന്നിട്ടുള്ള എവറിഡേയുടെ ബാറ്ററി
അല്ലെ? നമ്മൾ ഇതിൽ യൂസ് ചെയ്യാറുണ്ട്, നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ക്ലോക്കിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തിലാ യൂസ് ചെയ്യാറുള്ളത്? അതായത് റിമോട്ട് കൺട്രോൾ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സാധനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഡ്രൈ സെൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് നോക്കിയേ, കോമൺലി യൂസ്ഡ് ഫോർ പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസിലാണ് നമ്മൾ സാധാരണയായിട്ട് ആരിന് ഉപയോഗിക്കുന്നത്? ഈ ഒരു ഡ്രൈ സെല്ലിന് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നോക്കിയേ, വെറ്റ് സെൽ. വെറ്റ് സെല്ലിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറ്റ് സെൽ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 പ്ലേറ്റ് ആൻഡ് എ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. 2 പ്ലേറ്റ് ഉണ്ട്, അതായത് ആനോഡും കാഥോഡും 2 പ്ലേറ്റും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ എന്താണുള്ളത്? ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, അല്ലെ? 2 പ്ലേറ്റ് ഉണ്ട്. പോസിറ്റീവ് പ്ലേറ്റ് പറയാം, അല്ലെങ്കിൽ എന്താ നെഗറ്റീവ് പ്ലേറ്റ് പറയാം. പിന്നെ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഡെപ്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? അപ്പോൾ ഏതാണ് ഡ്രൈ സെൽ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? 2 പ്ലേറ്റും അതിന്റെ കൂടെ ആരും ഉണ്ടാവും? ഒരു ഇലക്ട്രോലൈറ്റ് കൂടി ഉള്ളതാണ്. ദി സെൽ ഹാവ് വെന്റ് ഹോൾസ് ടു അലോ ദ ഗ്യാസസ് ടു എസ്കേപ്പ് ഡ്യൂറിങ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതിൽ എന്തുകൂടി ഉണ്ട്? ഒരു പ്രത്യേകത, വെന്റ് ഹോൾസ് ഉണ്ട്, അല്ലെ? ഇതിനകത്ത് ഈ ആളിനെ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഈ ഒരു സംഭവം, ഇതൊക്കെ എന്താ? അതിനകത്ത് വെന്റ് ഹോൾസ് ഉണ്ട്. അതായത് ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും എന്താണ്? പുറത്തേക്ക് പോവാൻ, അല്ലെ? ഗ്യാസസ് അതിലൂടെ പുറത്തേക്ക് പോവാൻ ആര് കൂടി ഉണ്ട്? ഒരു വെന്റ് ഹോൾസ് കൂടി അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെല്ലിന്റെ പ്രത്യേകത. പിന്നെ എന്താണ്? മോസ്റ്റ് കോമൺ വെറ്റ് സെൽ ഈസ്, എക്സാമ്പിൾ ഏതാണ്? നമ്മളുടെ ലെഡ് ആസിഡ് സെൽ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഏതാണ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ലെഡ് ആസിഡ് സെല്ലാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ ഡ്രൈ സെൽ പ്ലേസ് ചെയ്യുന്ന പോലെ വെറ്റ് സെല്ലിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന് കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെല്ലുകളിലും അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കഴിഞ്ഞു. അതായത് ഡ്രൈ സെൽ, അതുപോലെ തന്നെ എന്താണ് വെറ്റ് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് കൂടിയുണ്ട്. അതായത് പ്രൈമറി സെൽ, അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട് കേട്ടോ. അപ്പൊ പ്രൈമറി സെൽ എന്താ? പ്രൈമറി സെൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെൽ ദാറ്റ് ആർ നോട്ട് റീചാർജബിൾ. നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല അതിനെ. അതായത് വൺസ് അത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ത്രോ ചെയ്യാം. പിന്നെ അതിനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന, നമ്മൾ റിമോട്ട് കൺട്രോളർ യൂസ് ചെയ്യുന്ന ആ ഒരു സെൽ എന്താണ്? എക്സാമ്പിൾ ആണ് അതിന്. നമ്മളെ വാച്ചിൽ യൂസ് ചെയ്യുന്ന, അല്ലെ, റിസ്റ്റ് വാച്ചിൽ യൂസ് ചെയ്യുന്ന ആ ചെറിയൊരു സെല്ലില്ലേ, അതെന്താ? നമ്മൾ പിന്നെ അതിനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? കളയും, അല്ലെ? പിന്നെ പുതിയതിനെ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാണ് പതിവ്. അപ്പൊ അതേ സാധനം തന്നെയാണ് എന്തിന്റെ അണ്ടറിൽ വരുന്നത്? പ്രൈമറി സെല്ലിനകത്ത് വരുന്നത്. പ്രൈമറി സെല്ലിന്റെ പ്രത്യേകത എന്താണ്? സെൽസ് ദാറ്റ് ആർ നോട്ട് എന്ത് ചെയ്യില്ല? റീചാർജബിൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. എന്നാണ് സെൽസ് ദാറ്റ് ആർ നോട്ട് റീചാർജബിൾ. റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. Then that is the chemical reaction that occur during discharge is not reversed. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ചെയ്യേണ്ട പോയിന്റ് കിട്ടിയില്ലേ? പ്രൈമറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലാണ്. വൺസ് അത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്കത് കളയാനേ പറ്റുള്ളൂ. അത് റീയൂസ് ചെയ്യാൻ പറ്റുകയില്ല. ആ ഒരു ടൈപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. പ്രൈമറി സെല്ലിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സെൽസുകളുണ്ട്. അതായത് വോൾട്ടാലിക് സെൽ, ലെഗ്ലാഞ്ചിയസ് സെൽ, ലിഥിയം സെൽ, അങ്ങനെ ഒരുപാട്, അതായത് കുറെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അതായത് നമ്മൾ പഠിക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രൈമറി സെല്ലിന്റെയും ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണെന്ന് ആദ്യം നോട്ട് ചെയ്യുക. അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഏതാണ്, പിന്നെ അതിൽ വരുന്ന എന്താണ് വോൾട്ടേജ് റേഞ്ചുകളുണ്ട്. ഓരോ സെല്ലിനും ഇത്രയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വോൾട്ടേജ് റേഞ്ച് ഉണ്ട്. മിനിമം വോൾട്ടേജ് എന്ന് പറയും. ആ വോൾട്ടേജ് നിങ്ങൾ കമ്പൽസറി ആയി പഠിക്കേണ്ട ഭാഗമാണ് കേട്ടോ. അപ്പൊ നോക്കിയേ,
അപ്പൊ അതിൽ സെൽസുകൾ തന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് പ്രൈമറി സെൽ, ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് പ്രൈമറി സെൽസ് ആണ്. ഏതൊക്കെയാണ്? വോൾട്ടാലിക് സെൽ, കാർബൺ സിങ്ക് സെൽ അല്ലെങ്കിൽ ലെഗ്ലാഞ്ചിയസ് സെൽ ആൻഡ് ഡ്രൈ സെൽ, ആൽക്കലൈൻ സെൽ, മെർക്കുറി സെൽ, സിൽവർ ഓക്സൈഡ് സെൽ, ലിഥിയം സെൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? നമ്മളുടെ പ്രൈമറി സെല്ലിന്റെ അണ്ടറിൽ വരുന്ന സെല്ലുകളാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ തന്നിട്ടുണ്ട്. ഓരോന്നിലും ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്തേ. പ്രൈമറി സെൽ ആദ്യം നമ്മൾ നോക്കിയത് ഏതാണ്? വോൾട്ടാലിക് സെല്ലാണ് അല്ലെ. അപ്പൊ വോൾട്ടാലിക് സെല്ലിൽ യൂസ് ചെയ്യുന്ന ആനോഡ് ഏതാണ്? ഇവിടെ സിങ്ക് ആണ്. ഏതാണ്? സിങ്ക് ആണ്, മറക്കരുത് കേട്ടോ. കാഥോഡ് ഏതാണ് വരുന്നത്? കോപ്പർ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ആണ്. ഇലക്ട്രോലൈറ്റ് വരുന്നത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. നോമിനൽ വോൾട്ടേജ് നമുക്ക് കിട്ടാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 1.08 വോൾട്ട് ആണ്. ഇതിന്നൊക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് പ്രൈമറി സെല്ലിലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലെഗ്ലാഞ്ചിയസ് സെൽ, അത് വെറ്റ് സെൽ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നുള്ള രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. നോട്ട് ചെയ്യുക. ഇത് മാച്ച് ദ ഫോളോയിങ്ങിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. അതായത് സെൽ മാച്ച് എയിൽ എന്ത് ചെയ്യും? സെല്ലിന്റെ നെയിം തരും. ഇപ്പൊ വോൾട്ടാലിക് സെൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലെഗ്ലാഞ്ചിയസ് സെൽ, അല്ലെങ്കിൽ ഡ്രൈ സെൽ എന്ന് പറഞ്ഞിട്ട് സെല്ലുകൾ തരും. അതിനകത്ത് എന്താണ്? ചിലപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആനോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വോൾട്ടേജ് ആയിരിക്കാം. അത് വെച്ച് മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫോർ നോക്കി അടുത്ത ലെഗ്ലാഞ്ചിയസ് സെൽ അല്ലെങ്കിൽ വെറ്റ് സെല്ലിനകത്ത് നോക്കൂ. ഏതാണ് ഇവിടെ ആനോഡ്? സിങ്ക് റോഡ് തന്നെയാണ്. കോപ്പർ കാഥോഡ് ആയിട്ട് ഏതാണ്? സോറി, കോപ്പർ അല്ല, കാർബൺ ആണ് കേട്ടോ. കാർബൺ റോഡ് ആണ് ഇവിടെ കാഥോഡായി യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് ഏതാണ്? അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ. നോമിനൽ വോൾട്ടേജ് 1.46 വോൾട്ട്. ഇറ്റ് വിൽ ബി വേരി, ചിലപ്പോൾ മാറാം കേട്ടോ. ഓരോ നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്ക് അനുസരിച്ചിട്ടാണ്. അപ്പൊ ഓരോന്നിലും എന്താണ് ചെറിയൊരു പോയിന്റ് വ്യത്യാസങ്ങളൊക്കെ വേരി ചെയ്ത് കാണാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ പഠിച്ച ബുക്കിൽ ഇതിനകത്ത് ഇതായിരുന്നു, അതായത് നോമിനൽ വോൾട്ടേജ് നിയർലി 1.5 വോൾട്ട് ആണ് തന്നിട്ടുള്ളത്, ഇവിടെ എന്താ 1.4 വോൾട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്ക് അനുസരിച്ച് ഇറ്റ് വിൽ ബി വേരി, ചെറിയ ചെറിയ പോയിന്റുകൾക്കൊക്കെ വേരി ആവാം. അപ്പൊ എന്താ നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ 1.46 വോൾട്ട് ആണ്. ഓക്കെ, ഇനി ഡ്രൈ സെല്ലിനകത്ത് നോക്കിയേ, സിങ്ക് തന്നെയാണ് ഇവിടുത്തെ ആനോഡ്, കാർബൺ തന്നെയാണ്, കാർബൺ റോഡ് തന്നെയാണ് കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് പേസ്റ്റ് വിത്ത് MnO2 അല്ലേ. അതാണ് ഇവിടെ തന്നിട്ടുള്ള ഇലക്ട്രോലൈറ്റ്. നോമിനൽ വോൾട്ടേജ് നിയർലി 1.5 വോൾട്ട് ആണ് ഈ ഒരു സെല്ലിൽ കിട്ടുന്നത്. അപ്പൊ നോട്ട് ചെയ്യാം കേട്ടോ. ഓരോന്നിന്റെയും ആനോഡും കാഥോഡും അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോലൈറ്റും നോമിനൽ വോൾട്ടേജ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ആൽക്കലൈൻ സെൽ. ആൽക്കലൈൻ സെല്ലിലെ ആനോഡ് ഏതാണ് ഇവിടെ വരുന്നത്? സിങ്ക് പൗഡർ ആണ്. മഗ്നീസ് ഡയോക്സൈഡ് ആണ് ഇവിടുത്തെ കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പേസ്റ്റ് ആണ് ഇലക്ട്രോലൈറ്റ്. നോമിനൽ വോൾട്ടേജ് 1.50 തന്നെയാണ്. അടുത്ത നോക്കിയേ, മെർക്കുറി. മെർക്കുറി സെല്ലിനകത്ത് നോക്കിയേ, സിങ്ക് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്യുന്ന ആനോഡ് എന്ന് പറയുന്നത്. കാഥോഡ് എന്താണ്? മെർക്കുറി ഓക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റ് വന്നിട്ട് ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് മിക്സ്ഡ് വിത്ത് ZnO2 ആണ്. ദെൻ വോൾട്ടേജ് എങ്ങനെയാ വരുന്നത്? 1.35 വോൾട്ട് ആണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അടുത്തത് എന്താ? സിൽവർ ഓക്സൈഡ് സെൽ എന്ന് പറയുന്നതിൽ സിങ്ക് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ആനോഡ് ആയിട്ട് സിൽവർ ഓക്സൈഡ് ആണ് ഇവിടെ കാഥോഡ്. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നോമിനൽ വോൾട്ടേജ് 1.55 വോൾട്ട്. അപ്പോൾ ഓരോ സെല്ലിന്റെയും വോൾട്ടേജും ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ കുറച്ച് പോയിന്റ്സേ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി ഫോക്കസ് ചെയ്ത് ഒരുപാട് പോയിന്റ്സ് റെഫർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ അതായത് നമുക്ക് ഇവിടെ എന്താണ് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ എല്ലാം എന്താണ് ഒറ്റ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ നോക്കിയേ, പ്രൈമറി സെൽസിന്റെ ആ ഒരു ടൈപ്സ് നമ്മൾ നോക്കി, അതിൽ യൂസ് ചെയ്യുന്ന ആനോഡ് കാഥോഡ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് പോകണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് സെക്കൻഡറി സെൽ. സെക്കൻഡറി സെൽ എന്ന് പറയുമ്പോൾ എന്താ? പ്രൈമറി സെല്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സെക്കൻഡറി സെൽ അല്ലേ. നമുക്ക് അവിടെ റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം? ഇവിടെ സെക്കൻഡറി സെല്ലിൽ നമുക്ക് റീചാർജബിൾ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ ലെഡ് ആസിഡ് ബാറ്ററി തന്നെയാണ് കേട്ടോ. ഒരു കുറച്ച് വേറെയും എക്സാമ്പിൾസ് വരുന്നുണ്ട്. നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് എന്താണ് നോക്കിയേ, എ സെൽ ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ബൈ sending electric current in the reverse direction to that of discharge mode is known as secondary cell.
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാൻ പറ്റും. അത്രയും കാര്യം ഓർത്താൽ മതി, കൂടുതലായിട്ടൊന്നും ഫോക്കസ് ചെയ്യണ്ട. നമുക്ക് എന്താണ്? റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. ഇനി നോക്കിയത് സെക്കൻഡറി സെൽ ഈസ് ആൾസോ കാൾഡ് എ സ്റ്റോറേജ് സെൽ എന്നും പറയും. സെക്കൻഡറി സെല്ലിനെ നമ്മൾ എന്ത് പറയും? സ്റ്റോറേജ് സെൽ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. സിൻസ് ആഫ്റ്റർ ഇറ്റ് ഈസ് ചാർജ് ഇറ്റ് സ്റ്റോർ ദ എനർജി അണ്ടിൽ ഇറ്റ് ഈസ് യൂസ്ഡ് അപ്പോർ ഡിസ്ചാർജ് ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏത് തന്നെയാണ്? നമ്മളുടെ ലെഡ് ആസിഡ് ബാറ്ററി തന്നെയാണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ. അപ്പോൾ ഓരോ സെല്ലിനെയും ഞാൻ പറഞ്ഞു, സെക്കൻഡറി സെല്ലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടൈപ്പാണ്. ഒന്ന് ലെഡ് ആസിഡ് സെല്ലും ഒന്ന് എഡിസൺ സെല്ലും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ലെഡ് ആസിഡ് സെല്ല് പഠിക്കുമ്പോൾ നമ്മൾ തനിയെ പഠിക്കണം, അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഓരോ പാർട്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെൽസ് പഠിക്കുമ്പോൾ സെക്കൻഡറി സെല്ലിലെ ലെഡ് ആസിഡ് സെല്ല് പഠിക്കുമ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. ഓരോ പാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിന്റെ ചാർജിങ്, ഡിസ്ചാർജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് നോക്കണം. ഇതിനകത്ത് നമ്മൾ എന്താണ് ലെഡ് ആസിഡ് സെല്ലും അതിന്റെ എഡിസൺ സെല്ലിന്റെയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് നോക്കിയേ, പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? ലെഡ് പെറോക്സൈഡ് ആണ്. പിന്നെ എന്താ ചെയ്യുന്നത്? നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് സ്പോഞ്ചി ലെഡ്. പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ലെഡ് ആസിഡിന്റെ പോസിറ്റീവ് പ്ലേറ്റ് ഏതാണ്, നെഗറ്റീവ് പ്ലേറ്റ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് ഏതാണെന്നുള്ള രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, ലെഡ് ആസിഡ് സെല്ലിലെ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ്, നെഗറ്റീവ് പ്ലേറ്റ് സ്പോഞ്ചി ലെഡ്, ഇലക്ട്രോലൈറ്റ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ആവറേജ് EMF നമുക്ക് കിട്ടുന്നത് 2.1 വോൾട്ട് പെർ സെൽ. നെക്സ്റ്റ് എന്താ? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? വളരെ ലോ ആണ്. കമ്പാരിറ്റീവ്ലി നമ്മളുടെ എന്താണ് എഡിസൺ സെല്ലിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ കുറവാണ്. പിന്നെ എഫിഷ്യൻസി, അതായത് ആംബിയർ അവർ അല്ലെങ്കിൽ വാട്ട് അവർ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ആംബിയർ അവർ എഫിഷ്യൻസി 90 to 95% ആണ് ഒരു ലെഡ് ആസിഡ് സെല്ലിന് നമുക്ക് കിട്ടുന്നത്. വാട്ട് അവർ എഫിഷ്യൻസി ആണെങ്കിൽ അത് 72 to 80% ആ ഒരു റേഞ്ചിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എഫിഷ്യൻസി കിട്ടുന്നത്. കോസ്റ്റ് വന്നിട്ട് എന്താ? കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ ആൽക്കലൈൻ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ലൈഫ് വന്നിട്ട് ഗിവ് നിയർലി 1250 ചാർജസ് ആൻഡ് ഡിസ്ചാർജസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്ത് വന്നിട്ട് എന്താ? നീഡ് മച്ച് കെയർ and maintenance. Sulfation occur often due to incomplete charge or discharge. വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നോട്ട് ചെയ്യുക, ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ആസിഡിലെ പോസിറ്റീവ് സെൽ ഏതാണ്, പോസിറ്റീവ് പ്ലേറ്റ് ഏതാണ്, നെഗറ്റീവ് പ്ലേറ്റ് ഏതാണ് എന്ന രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്, EMF എന്താണ്, ഔട്ട്പുട്ട് കിട്ടുന്ന ആവറേജ് EMF, ഇതൊക്കെ എന്താണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നിങ്ങൾ അത് പഠിക്കുമ്പോൾ വേറെയും കുറച്ച് പോയിന്റുകളും കൂടി നോക്കണം. അതിൽ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവിടുത്തെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പറയുന്ന ആ ഒരു ഏരിയ കൂടി ഫോക്കസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോവേണ്ടത്. അടുത്തത് എഡിസൺ സെൽ നോക്കിയാൽ എഡിസൺ സെല്ലിനകത്ത് പോസിറ്റീവ് പ്ലേറ്റ് ഏതാണ്? നിക്കൽ ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ എന്താ നിക്കൽ ഓക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് പ്ലേറ്റിനകത്ത് അയേൺ ആണ്. ഇലക്ട്രോലൈറ്റ് വന്നിട്ട് KOH ആണ് യൂസ് ചെയ്യുന്നത്. ആവറേജ് EMF 1.2 വോൾട്ട് പെർ സെൽ. ഒരു സെല്ലിന് നമുക്ക് കിട്ടുന്ന ആവറേജ് EMF എന്ന് പറയുന്നത് 1.2 വോൾട്ട് ആണ്. പിന്നെ നോക്കിയേ, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. പിന്നെ നിയർലി, അതായത് ആംബിയർ അവർ എഫിഷ്യൻസി 80%, വാട്ട് അവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 60% ആണ്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കേട്ടോ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോകണം. ആംബിയർ അവർ എഫിഷ്യൻസി ഓഫ് ലെഡ് ആസിഡ് അല്ലെങ്കിൽ എഡിസൺ സെൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് നോക്കിയേ, കോസ്റ്റ് വന്നിട്ട് എന്താ? ആൾമോസ്റ്റ് ട്വൈസ് ദാറ്റ് ഓഫ് എന്താണ് ലെഡ് ആസിഡ് സെൽ ആണ്. പിന്നെ വരുന്നത് ലൈഫ് എന്ന് പറയുന്നത് 5 years ആണ് അറ്റ്ലീസ്റ്റ്, അല്ലെ? 5 years വരെ വരുള്ളൂ. സ്ട്രെങ്ത് വരുന്നത് റോബസ്റ്റ്, മെക്കാനിക്കൽ സ്ട്രോങ് ആണ്, ക്യാൻ വിത്ത്സ്റ്റാൻഡ് വൈബ്രേഷൻ, ലൈറ്റ്, അൺലിമിറ്റഡ് റേറ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്ചാർജ്, അങ്ങനെ കുറെ സ്ട്രെങ്ത്തിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമ്മളൊരു സെൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയ പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നോക്കണം. ഇലക്ട്രോളിസിസ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്താണ്, ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം എന്താണ് സെൽസ് എന്താണ്, സെല്ലിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. പ്രൈമറി സെൽ എന്താ, സെക്കൻഡറി സെൽ എന്താണ്, ഡ്രൈ സെൽ, വെറ്റ് സെൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോവുക. അതുകൂടാതെ നമ്മളുടെ സെല്ലിനെ അതായത്
സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കൂടിയുണ്ട്. അതും നിങ്ങൾ നോട്ട് ചെയ്യണം. അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സെൽ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ആണോ കൂടുന്നത്, കറന്റ് ആണോ കൂടുന്നത്, ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്, അതുപോലെ സെൽ പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. പിന്നെ പ്രൈമറി സെല്ലിലെ വേറൊരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി സെൽ എടുക്കുമ്പോൾ ആ സെല്ലിൽ വരുന്ന ഡിഫക്ട്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡറി സെല്ലിനും കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. അതായത് ബക്ലിംഗ്, അതുപോലെ അങ്ങനെയുള്ള സെഡിമെന്റേഷൻ മൂലം ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, പോളറൈസേഷൻ, അങ്ങനെയുള്ള കുറേ ഡിഫക്ട്സുകൾ വരാറുണ്ട് സെല്ലിനകത്ത്. അപ്പോൾ ആ സെല്ലിന്റെ പ്രൈമറി സെല്ലിൽ വരുന്ന ഡിഫക്ട്സ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം. അതുപോലെ സെക്കൻഡറി സെല്ലിലുള്ള ഡിഫക്ട്സുകളും നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെല്ല് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ് ഞാനത് പറഞ്ഞു തന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുവറാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല്ലിന്ന് നിയർലി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു, സെൽസ് ആൻഡ് ബാറ്ററീസ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ CC ആപ്പിനകത്ത് KICB വർക്കറിന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെയിലി MCQs അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ല അടിപൊളി ബാച്ചാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിലുള്ള കണ്ടന്റുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡെയിലി ലൈവ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക്